إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها المؤمنون عباد الله أوصيكم إياي أولا بتقوى الله فاتقوا الله عباد الله وكونوا عباد الله إخوانا സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പരിശുദ്ധമാക്കിയ പവിത്രമാക്കിയ മാസങ്ങളിൽ, അറബി മാസങ്ങളിൽ അവസാനത്തെ മാസമായ ഹദീസുകളിൽ പരാമർശിക്കപ്പെട്ടതുപോലെ സൂര്യനുദിക്കുന്ന ദിവസങ്ങളിൽ, ദുനിയാവിൻ്റെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല പോരിശ കൽപ്പിച്ച ദുൽഹിജ്ജ മാസത്തിൻ്റെ പടിവാതിൽക്കലാണ് നമ്മളെല്ലാവരും എത്തി നിൽക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൽ ശ്രേഷ്ഠമാക്കിയ സ്ഥലങ്ങളുണ്ട്, ദിവസങ്ങളുണ്ട്, അതുപോലെ തന്നെ കാലങ്ങളുണ്ട്, വ്യക്തികളുണ്ട്, കർമ്മങ്ങളുണ്ട്. അക്കൂട്ടത്തിൽ ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങൾ അല്ലാഹു പ്രത്യേകം തെരഞ്ഞെടുത്ത ദിവസങ്ങളാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അഫ്ളലു അയ്യാമി ദുനിയ അയ്യാമുൽ അശർ, ദുനിയാവിലെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസിൽ കാണാം, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ. അല്ലാഹുവിന് ഈ ദിവസങ്ങളിൽ അനുഷ്ഠിക്കുന്ന സൽക്കർമ്മങ്ങളെക്കാൾ പ്രിയങ്കരമായ മറ്റു സൽക്കർമ്മങ്ങളില്ല. ഈ ദിവസങ്ങളിൽ നമ്മൾ അല്ലാഹുവിന് വേണ്ടി അനുഷ്ഠിക്കുന്ന സൽക്കർമ്മങ്ങൾ അത് മറ്റൊരവസരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ ഇതിനേക്കാൾ ആ സന്ദർഭത്തിൽ അത് അല്ലാഹുവിന് ഇഷ്ടകരമാകുകയില്ല. അത്രമേൽ സൽക്കർമ്മങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയം വെക്കുന്ന ദിവസങ്ങളാണ് ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങൾ. സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദും അങ്ങനെയാണോ? ഈ ദിവസങ്ങളിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന വ്യക്തി, ആ വ്യക്തിയുടെ ജിഹാദ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ മാസങ്ങളിൽ മറ്റു അമലുകൾ അനുഷ്ഠിക്കുന്നതിനേക്കാൾ മറ്റു മാസങ്ങളിൽ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് പ്രിയങ്കരമാകുകയില്ലേ? ഈ മാസത്തിൽ ഒരു വ്യക്തി ജിഹാദ് ചെയ്യാതെ
മറ്റൊരു മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ജിഹാദിൽ ഏർപ്പെടുകയാണ്. മറ്റു സൽക്കർമ്മങ്ങൾ ഈ മാസത്തിൽ അനുഷ്ഠിക്കുന്നു. ആ ജിഹാദിന് പോലും ഈ മാസത്തിലെ സൽക്കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠതയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മറുപടി പറഞ്ഞു, ഇല്ല. മറ്റു മാസങ്ങളിൽ ജിഹാദ് ചെയ്താൽ പോലും ഈ മാസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനേക്കാൾ പോരിശ ശ്രേഷ്ഠത അതിനുമില്ല. മറിച്ചൊരു വ്യക്തി മറ്റു മാസങ്ങളിൽ ജിഹാദ് ചെയ്യുകയാണ്, അവനവന്റെ സമ്പത്തും അതുപോലെ തന്നെ ശരീരവും അല്ലാഹുവിന്റെ മാർഗത്തിൽ ബലിയർപ്പിക്കുകയാണ്. ജിഹാദിലേർപ്പെട്ട് സമ്പത്തൊടുക്കി അവന്റെ ശരീരം രക്തസാക്ഷിത്വം നേടുകയാണ്. അങ്ങനെയുള്ള ഒരാളുടെ ജിഹാദ് ഇതിനേക്കാൾ ശ്രേഷ്ഠതയുള്ള ജിഹാദായിരിക്കും. അല്ലാത്ത രൂപത്തിൽ ഷഹാദത്ത് കൈവരിക്കാത്ത ജിഹാദിന് പോലും ഈ മാസത്തിലെ സൽക്കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠതയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അമലിൻ അസ്ക ഇൻദല്ലാഹി അസ്സ വജൽ വലാ അഅ്ളമ അജ്റൻ മിൻ ഖൈരിൻ യഅമലുഹു ഫി അശ്റിൽ അദ്ഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധി നേടിത്തരുന്ന, ഏറ്റവും പ്രതിഫലാർഹമായ, സംശുദ്ധമായ മറ്റൊരു പ്രവർത്തനവും ഈ 10 ദിവസങ്ങളെക്കാൾ നാം ആരും അനുഷ്ഠിക്കുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ദുൽഹിജ്ജയിലെ ഈ ആദ്യ 10 ദിവസങ്ങൾ ഇത്രമേൽ ശ്രേഷ്ഠമായത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫജ്റിലൂടെ സത്യം ചെയ്തു പറഞ്ഞ രാത്രികളാണ്, പകലുകളാണ് ഈ 10 ദിവസങ്ങൾ. അല്ലാഹു പറഞ്ഞില്ലേ, വൽ ഫജ്ർ വലയാലിൻ അശ്ർ, പ്രഭാതം പുലരി തന്നെയാണ് സത്യം, 10 ദിനരാത്രങ്ങൾ തന്നെയാണ് സത്യം. ഈ 10 ദിവസങ്ങൾ, 10 രാവുകൾ എന്ന് പറഞ്ഞത് മുഫസ്സിരിങ്ങൾ പറയുന്നു അശ്റു അയ്യാമി ദുൽഹിജ്ജ, ദുൽഹിജ്ജയിൽ ആദ്യ 10 ദിവസങ്ങളാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ പറയുന്നു, അല്ലാഹു അവന്റെ ഖുർആനിൽ സത്യം ചെയ്യാൻ തെരഞ്ഞെടുത്ത 10 ദിവസങ്ങളാണത്. എന്തുകൊണ്ടാണ് ഇത്രമേൽ ഇതിൽ ശ്രേഷ്ഠമായി തീർന്നത്? അതിന് പല രഹസ്യങ്ങളുമുണ്ട്. പണ്ഡിതന്മാർ പറയുന്നു, ഈ 10 ദിവസങ്ങളിൽ ഇസ്ലാമിലെ ഉമ്മഹാത്തുൽ ഇബാദാത്ത്, ഉമ്മഹാത്തു ത്വാആത്ത്, ഇസ്ലാമിന്റെ സ്തംഭങ്ങളായ നോമ്പും നിസ്കാരവും സകാത്തും ഹജ്ജുമെല്ലാം മറ്റു മാസങ്ങളിലില്ലാത്ത വിധം, മറ്റു ദിവസങ്ങളിൽ സമ്മേളിക്കാത്ത വിധം ഈ ദിവസങ്ങളിൽ ഒരുമിക്കുന്നു. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനു വേണ്ടി മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ, ഹജ്ജ് ചെയ്യുന്നവർ അല്ലാത്തവർ ഈ മാസത്തിലും ഈ ദിവസങ്ങളിലും അല്ലാത്തപ്പോഴും 5 നേരം നിസ്കരിക്കുന്നു. നിർബന്ധമായ നിസ്കാരങ്ങൾ, ഐച്ഛികമായ നിസ്കാരങ്ങൾ ഈ മാസത്തിൽ ഈ ദിവസങ്ങളിലുണ്ട്. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനു വേണ്ടി മുസ്ലിമീങ്ങൾ നോമ്പുകൾ എടുക്കുന്നു. ദുൽഹിജ്ജയിലെ ആദ്യ 9 ദിവസങ്ങൾ തുടർച്ചയായി നോമ്പെടുക്കാൻ ഹദീസുകളിൽ തെളിവുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ അതിനുള്ള സൂചനയുണ്ട്. അറഫ നോമ്പുണ്ട്. അറഫ നോമ്പ് മുൻകഴിഞ്ഞ വരാനിരിക്കുന്ന ഓരോ വർഷത്തെയും ചെറുപാപങ്ങൾ പൊറുക്കപ്പെടുന്ന അറഫ നോമ്പ് ഈ ദിവസമുണ്ട്. അതുകൊണ്ട് നോമ്പ് ഇവിടെ സമ്മേളിക്കുന്നു. അതോടൊപ്പം ഇസ്ലാമിന്റെ സ്തംഭങ്ങളിൽ പ്രധാനപ്പെട്ട 5ാമത്തെ കാര്യമായ ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കപ്പെടുന്ന ദിവസങ്ങളാണിത്. ദുൽഹിജ്ജയിൽ വർഷാവർഷം സകാത്ത് കൊടുക്കുന്നവർക്ക് നിർബന്ധമായ സകാത്ത് അവിടെ ഒരുമിപ്പിക്കാൻ സാധിക്കും. അതല്ലാത്ത ഐച്ഛികമായ ദാനധർമ്മങ്ങൾ അവിടെ ഒരു മുസ്ലിമിന് അനുഷ്ഠിക്കാൻ സാധിക്കും. സൽക്കർമ്മങ്ങൾ ധാരാളമായി അല്ലാഹു ഇഷ്ടപ്പെടുന്ന മറ്റു ദിവസങ്ങളില്ല എന്ന് പറയവേ, ഏത് ഇബാദത്തുകളും ഈ മാസത്തിലെ ഈ 10 ദിവസങ്ങളിൽ, ദുൽഹിജ്ജയിൽ ആദ്യ 10 ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിനു പുറമെ മറ്റു മാസങ്ങളിലോ ദിവസങ്ങളിലോ ഇല്ലാത്ത വിധം സമ്മേളിക്കുന്ന മറ്റു ചില ഇബാദത്തുകളുണ്ട്. ഉദ്ഹിയ്യത്ത് പോലെ. ഉദ്ഹിയ്യത്ത് മറ്റൊരു മാസത്തിലുമില്ല, മറ്റൊരു ദിവസങ്ങളിലുമില്ല. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി തക്ബീർ ധ്വനികൾ മുഴക്കുന്ന ഈദുൽ അദ്ഹയ്ക്ക് അനുബന്ധമായി ദുൽഹിജ്ജയുടെ പ്രാരംഭം മുതൽക്ക് തന്നെ അയ്യാമുത്ത് തശ്രീഖിന്റെ അവസാന സമയം വരെ, സൂര്യാസ്തമയം വരെ മുത്തലക്കായ നിരുപാധികമുള്ള തക്ബീറും, അറഫ ദിവസത്തിന്റെ പ്രഭാതം മുതൽ അയ്യാമുത്ത് തശ്രീഖിന്റെ അസ്ർ വരെ, അസ്ർ നമസ്കാരത്തിന് ശേഷം വരെ നീളുന്ന ഉപാധി വെച്ചിട്ടുള്ള നിസ്കാരങ്ങൾക്ക് പുറകെയുള്ള ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള തക്ബീറുകളും ഈ ദിവസങ്ങളുടെ പ്രത്യേകതയാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ ഇബാദത്തുകൾ, ഈ പറഞ്ഞ സൽക്കർമ്മങ്ങൾ ഇതുപോലെ സമ്മേളിക്കുന്ന മറ്റൊരു ദിവസവുമില്ല
എന്നതാണ് യാഥാർത്ഥ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ സ്തംഭങ്ങളിൽ നെടും തൂണായ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിശ്ചയിച്ചിട്ടുള്ള ദിവസങ്ങൾ, ആ ദിവസങ്ങൾ നാം മനസ്സിലാക്കിയതുപോലെ ദുൽഹിജ്ജയിലെ 10ന്റെ അവസാനത്തെ 3 ദിവസങ്ങളാണ് ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കപ്പെടുന്ന ദിവസങ്ങൾ. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മെ പരിചയപ്പെടുത്തിയ യൗമു തർവിയ, അത് ദുൽഹിജ്ജ 8-നാണ്. യൗമു തർവിയ എന്ന് പറഞ്ഞാൽ ആ ദിവസമാണ് ഹജ്ജ് ആരംഭിക്കുന്നത്. ദുൽഹിജ്ജ 8 യൗമു തർവിയയിലാണ് ഹജ്ജ് കർമ്മങ്ങളുടെ പ്രാരംഭം. ഹാജിമാർ തൽബിയത്ത് ചൊല്ലി മിനയിലേക്ക് കയറിപ്പോകുന്ന ദിവസം ദുൽഹിജ്ജ 8-നാണ്. അത് കഴിഞ്ഞാൽ ദുൽഹിജ്ജ 9 യൗമു അറഫ. ദുൽഹിജ്ജ 9 അതാണ് അറഫാ ദിവസം. അറഫാ ദിവസമാണ്, അറഫയിൽ സംഗമിക്കലാണ് ഹജ്ജിന്റെ ഏറ്റവും കാതലായ വശം. അറഫയിൽ നിൽക്കാത്തവന് ഹജ്ജില്ല. ഹജ്ജിന്റെ സ്തംഭങ്ങളിൽ നെടും സ്തംഭമാണ് അറഫയിലുള്ള ഹാജിമാരുടെ സംഗമം എന്ന് പറഞ്ഞാൽ. പിന്നെ വരുന്നത് യൗമുൻ നഹറാണ്, ദുൽഹിജ്ജ 10. അന്നാണ് ഈദുൽ അദ്ഹ. അന്നാണ് ഹാജിമാർ ഹദിയായും ഹജ്ജ് ചെയ്യാത്തവർ ഉദുഹിയത്തായും ബലികർമ്മം നിർവഹിക്കുന്ന ദിവസം. ആ ദിവസത്തെ അറവിന്റെ ദിവസം യൗമുൻ നഹർ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത്. ആ ദിവസത്തെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞു, ഇന്ന അഅ്ളമൽ അയ്യാമി ഇൻദല്ലാഹി തബാറക വ തആല യൗമുൻ നഹർ. അല്ലാഹുവിന്റെ അടുക്കൽ ദിവസങ്ങളിൽ ഏറ്റവും മഹത്തരമായ ദിവസം യൗമുൻ നഹറാണ്, ബലിയുടെ ദിവസമാണ്, അറവിന്റെ ദിവസമാണ്. സുമ്മ യൗമുൽ ഫർ, സുമ്മ യൗമുൽ ഖർ, പിന്നെ അതിനുശേഷം യൗമുൽ ഖറാണ്. യൗമുൽ ഖർ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 11. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത, അവൻ ഫളൽ നിശ്ചയിച്ച മഹത്തായ ദിവസങ്ങളാണ് വരാനിരിക്കുന്ന ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങൾ. സഹോദരങ്ങളെ, എന്താണ് നമുക്ക് ചെയ്യാൻ ബാക്കിയുള്ളത്? നമ്മൾ എന്താണ് ഈ ദിവസത്തിന് വേണ്ടി ഒരുങ്ങേണ്ടത്? നമ്മൾ എന്താണ് ഈ ദിവസത്തിൽ അനുഷ്ഠിക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഏത് സൽക്കർമ്മവും നിരുപാധികം, നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, ദാനധർമ്മങ്ങളാകട്ടെ, ഖുർആൻ പാരായണങ്ങളാകട്ടെ, അദ്കാറുകൾ ഉരുവിടുന്നതാകട്ടെ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നതാകട്ടെ, ആളുകളെ സഹായിക്കുന്നതാകട്ടെ, നന്മ കൽപ്പിക്കലാകട്ടെ, തിന്മ വിലക്കലാകട്ടെ, ഖുർആൻ പാരായണമാകട്ടെ, എന്തുമാകട്ടെ, നമുക്ക് സാധിക്കുന്നത്ര നന്മകൾ ഈ ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങളിൽ നമ്മൾ അനുഷ്ഠിക്കുക. ഏതു നന്മയും അതിന്റെ പരമാവധി നമുക്ക് സാധിക്കും വിധം വർദ്ധിപ്പിക്കുക എന്നതാണ് നമുക്ക് ആദ്യമായി ചെയ്യാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൂട്ടത്തിൽ പ്രത്യേകം തക്ബീറിന്റെ കാര്യങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്ർ ചെയ്യുന്നതിന്റെ കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തി. വയദ്കുറു സ്മല്ലാഹി ഫി അയ്യാമിൻ മഅലൂമാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിൽ തന്നെ പറഞ്ഞു, അവർ ഈ എണ്ണപ്പെട്ട ദിവസങ്ങളിൽ, ഈ അറിയപ്പെട്ട ദിവസങ്ങളിൽ, ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങളിൽ അല്ലാഹുവിന്റെ നാമങ്ങൾ സ്മരിക്കാൻ വേണ്ടി, അല്ലാഹുവിനെ ദിക്ർ ചെയ്യാൻ വേണ്ടി, അല്ലാഹുവിന്റെ തക്ബീർ ധ്വനികൾ വാഴ്ത്താൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാം, ഈ ദിവസം നിങ്ങൾ തഹ്മീദും തഹ്ലീലും തക്ബീറും അധികരിപ്പിക്കുക. അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, വൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ ദിക്റുകൾ, നാവിന് ഏറ്റവും ലളിതമായ, മീസാനിൽ ഏറ്റവും കരം തൂങ്ങുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും പ്രിയങ്കരമായ ഈ ദിക്റുകൾ നമ്മൾ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. തൗബ വർദ്ധിപ്പിക്കുക, ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കുക, സ്വതക്കകൾ, അതുപോലെ തന്നെ ദുആകൾ അത് ധാരാളമായി ചെയ്യുക. പ്രത്യേകം കുടുംബ ബന്ധം ചേർക്കാൻ താല്പര്യം കാണിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുക. ഈ നന്മകൾ, സാധിക്കുന്നത്ര നന്മകൾ നമ്മൾ ഈ ദിവസങ്ങളിൽ അധികരിപ്പിക്കുക. മഹാനായ ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, റമളാനിൽ അവസാനത്തെ 10 മുസ്ലിമീങ്ങൾ അവർ സൽക്കർമ്മങ്ങളിൽ മുഴുകാൻ നിരന്തരം പരിശ്രമിക്കുന്നവരാണ്. എന്നാൽ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളെ പറ്റി അവർ അശ്രദ്ധയിലാണ്. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ, റമളാനിൽ അവസാനത്തെ 10 രാത്രികളിൽ പരിശ്രമിക്കുന്നത് പോലെ മുസ്ലിമീങ്ങൾ പരിശ്രമിക്കാത്തത് വളരെ അത്ഭുതകരമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രേഷ്ഠമാക്കിയ സൽക്കർമ്മങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദിവസങ്ങളാണിത്. ഈ ദിവസങ്ങളുടെ പ്രത്യേകത അവർ മനസ്സിലാക്കുന്നില്ല. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി, റമളാനിലെ അവസാനത്തെ 10 ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ? അദ്ദേഹം പറഞ്ഞു, റമളാനിലെ അവസാനത്തെ 10 രാത്രികൾ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 രാത്രികളെക്കാൾ ശ്രേഷ്ഠകരമാണ്. എന്നാൽ
ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 പകലുകൾ റമദാനിലെ അവസാനത്തെ 10 പകലുകളേക്കാൾ ശ്രേഷ്ഠകരമാണ്. പകലുകൾ പരിഗണിക്കുകയാണെങ്കിൽ റമദാനിലെ അവസാനത്തെ 10 പകലുകളേക്കാൾ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 പകലുകളാണ് ശ്രേഷ്ഠം. രാവുകൾ പരിഗണിക്കുകയാണെങ്കിൽ റമദാനിലെ അവസാനത്തെ 10 രാവുകൾക്കാണ് ശ്രേഷ്ഠത എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. സഹോദരങ്ങൾ, ഇത് യാഥാർത്ഥ്യമാണ്. ഈ പകൽ സമയങ്ങളിലാണ് ഈ പറഞ്ഞ ഉമ്മഹാത്തുൽ ഇബാദാത്ത് ദുൽഹിജ്ജയിൽ ആദ്യ 10 ദിവസങ്ങളിൽ സമ്മേളിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 10 ദിവസങ്ങളിൽ നമ്മെ പഠിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് അറഫ ദിവസത്തിലെ നോമ്പ്. സിയാമു യൗമി അറഫ, യൗമു അറഫയിലെ അറഫ ദിവസത്തിലെ നോമ്പ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വർഷം മുമ്പത്തെയും ശേഷത്തെയും പാപങ്ങൾ അത് കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകുന്നതാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാം നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, ദുൽഹിജ്ജയിലെ ആദ്യ 9 ദിവസങ്ങളും തുടർച്ചയായി നോമ്പെടുത്തിരുന്നു എന്ന ഹദീസുകളിൽ കാണാം. ഇമാം അബൂദാവൂദിന്റെ സുനനിൽ സ്വഹീഹായി വന്ന ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു തിസ്അ ദിൽഹിജ്ജ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹിജ്ജയിലെ ആദ്യ 9 ദിവസങ്ങൾ നോമ്പനുഷ്ഠിച്ചിരുന്നു. ഐച്ഛികമായി അവിടുന്ന് സുന്നത്ത് നോമ്പ് ശീലമാക്കിയിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തക്ബീറുകൾ അധികരിപ്പിക്കുക. മഹാന്മാരായ സ്വഹാബികൾ ദുൽഹിജ്ജയുടെ മാസം കണ്ടു എന്നുറപ്പുവരുത്തി കഴിഞ്ഞാൽ, ദുൽഹിജ്ജ മാസം ആരംഭിച്ചു കഴിഞ്ഞാൽ, ദുൽഖഅദ മാസം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അവരങ്ങാടികളിലേക്ക് ഇറങ്ങും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ അങ്ങാടിയിൽ എന്തെങ്കിലും സാധനം വാങ്ങാനോ വിൽക്കാനോ വേണ്ടിയല്ല, മറിച്ച് അങ്ങാടിയിൽ പോയി ഉച്ചത്തിൽ തക്ബീർ ചൊല്ലി ആളുകളത് ഓർമ്മിപ്പിക്കാൻ, അങ്ങനെ അങ്ങാടികൾ തക്ബീർ മുഖരിതമാകുമായിരുന്നു. മഹാനായ താബിഈ വര്യൻ മൈമൂൻ ഇബ്നു മിഹ്റാൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, അങ്ങനെ ജനങ്ങൾ ഓർമ്മിച്ചെടുത്ത് തക്ബീറുകൾ ഉച്ചത്തിൽ ചൊല്ലുന്നതായി കേൾക്കാം. ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഞാൻ ആ തക്ബീറിന്റെ ആധിക്യത്തെ തിരമാലകളുടെ എണ്ണത്തോടാണ് ഉപമിക്കാൻ ഇഷ്ടപ്പെടുന്നത്. അത്രമേൽ തക്ബീർ ധ്വനികൾ പൊതുവായി ആളുകൾ കൂടുന്നിടത്ത് അങ്ങാടികളിൽ അവർ ഈ ദിവസങ്ങളിൽ മുഴക്കാറുണ്ടായിരുന്നു. ഇന്ന് മരിച്ചുപോയ മുസ്ലിമീങ്ങൾക്ക് അന്യം നിന്നുപോയ മഹത്തായ ഒരു സുന്നത്താണിത്. സഹോദരങ്ങളെ നോക്കൂ, നിങ്ങൾ മുസ്ലിം ഉമ്മത്തിന് എന്തെങ്കിലും പ്രതിസന്ധി വന്നാൽ, മുസ്ലിം ഉമ്മത്തിനെതിരെ ശത്രുക്കൾ ഉറഞ്ഞുതുള്ളിയാൽ പ്രകോപനമുണ്ടാക്കാൻ, തങ്ങളുടെ ചോരത്തിളപ്പ് പ്രകടിപ്പിക്കാൻ നടുമധ്യത്തിൽ, റോഡിന്റെ മധ്യത്തിൽ ഇറങ്ങി മുഷ്ടി ചുരുട്ടി അന്തരീക്ഷത്തെ മർദ്ദിച്ച് മുദ്രാവാക്യം പോലെ ഉരുവിടാൻ മാത്രം തക്ബീർ ധ്വനികൾ ഇന്ന് പരിമിതപ്പെടുത്തിയിരിക്കുന്നു മുസ്ലിം ഉമ്മത്തിലെ ചെറുപ്പക്കാർ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും കാണിച്ചു തന്ന തക്ബീറിന്റെ ഉച്ചൈസ്വരമുള്ള പ്രഖ്യാപനം ഈ ദിവസങ്ങളിൽ സുന്നത്തിനെ ജീവിപ്പിക്കുന്ന രൂപത്തിൽ നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ സ്ഥാപനങ്ങളിൽ, മുസ്ലിമീങ്ങൾ കൂടുന്നിടത്ത് നമുക്ക് ആളുകളെ ഓർമ്മിപ്പിക്കാനെങ്കിലും ഉച്ചത്തിൽ തക്ബീർ ചൊല്ലാൻ സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തക്ബീറിന്റെ വാചകങ്ങൾ ക്ലിപ്തപ്പെടുത്തപ്പെട്ട രൂപത്തിൽ സ്ഥിരപ്പെട്ടിട്ടില്ലെങ്കിലും സഹാബികളിൽ നിന്ന് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പോലെയുള്ളവരിൽ നിന്ന് സ്ഥിരപ്പെട്ട തക്ബീറിന്റെ വാചകങ്ങൾ നമുക്കറിയാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ തക്ബീറിൽ തക്ബീറുണ്ട്, തഹ്മീദുണ്ട്, തഹ്ലീലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ഈ ദിവസങ്ങളിൽ അധികരിക്കാൻ പറഞ്ഞ എല്ലാ ദിക്റുകളും ഒരുപോലെ സമ്മേളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ തക്ബീറുകൾ ഈ ദിവസങ്ങളിൽ ഇടതടവില്ലാതെ, പ്രത്യേകിച്ച് ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യം മുതൽ അയ്യാമു തശ്രീഖിന്റെ സൂര്യാസ്തമയം വരെ സ്ഥലമെന്നോ കാലമെന്നോ സമയമെന്നോ നിസ്കാരത്തിന് മുമ്പെന്നോ ശേഷമെന്നോ വീടെന്നോ നാടെന്നോ ഒറ്റക്കെന്നോ കൂട്ടമായെന്നോ വ്യത്യാസമില്ലാതെ നമുക്ക് അധികരിപ്പിക്കാൻ സാധിക്കും. അതിനെയാണ് നിരുപാധികമുള്ള തക്ബീർ എന്ന് പറയുന്നത്. ഉപാധി വെച്ചുള്ള നിസ്കാരത്തിന് ശേഷമുള്ള തക്ബീർ ഇൻഷാ അല്ലാഹ് അറഫ ദിവസം മുതലാണ് ആരംഭിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങൾ പരമാവധി അനുഷ്ഠിക്കാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله. أما بعد
فاتقوا الله عباد الله أوصيكم إياي ثانيا بتقوى الله. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങൾ അതിൻ്റെ ശ്രേഷ്ഠതയും നാം ആ ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഇബാദത്തുകളെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ ദിവസങ്ങളിലെ നമുക്കെല്ലാവർക്കും ഒരുപോലെ നിഷ്പ്രയാസം നിർവഹിക്കാവുന്ന മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സുന്നത്താണ് തക്ബീർ. അത് അധികരിപ്പിക്കുക എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഈ തക്ബീർ അത് നാവുകൊണ്ട് പറയുന്നതിനപ്പുറത്ത്, വാചികമായ അധരവ്യായാമമായി പരിമിതപ്പെടുന്നതിനപ്പുറത്ത് തക്ബീർ നമ്മൾ പ്രഖ്യാപിക്കേണ്ടത് നമ്മുടെ ഖൽബിലാണ്, നമ്മുടെ ഹൃദയത്തിലാണ്. മുൻഗാമികൾ ചിലർ പറഞ്ഞത് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വത്തെ വാഴ്ത്താൻ, അവന്റെ വലുപ്പത്തെ പ്രകീർത്തിക്കാൻ അല്ലാഹു അക്ബർ എന്ന തക്ബീറിന്റെ വാചകത്തെക്കാൾ സാരസമ്പൂർണമായ, സാഹിത്യ നിർഭരമായ മറ്റൊരു പദം അറബികൾക്കറിയില്ലായിരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു ആണ് ഏറ്റവും വലിയവനെന്ന ആ മഹത്തായ വാക്യം, അതിനേക്കാൾ അല്ലാഹുവിന്റെ വലുപ്പത്തെ വാഴ്ത്താൻ സാധിക്കുന്ന മറ്റൊരു പദവും അറബികൾക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര തവണയാണ് ഈ വാക്ക് ഒരു മുസ്ലിമിനെ കൊണ്ട് ദിവസവും ആവർത്തിക്കുന്നത്? മുസ്ലിമിനെ നിസ്കാരത്തിലേക്ക് ക്ഷണിക്കുന്ന ബാങ്കുലികളിലൂടെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ ദിവസവും 5 നേരം എത്ര തവണയാണ് അത് ആവർത്തിക്കപ്പെടുന്നത്? അതിനുശേഷം അവൻ നിസ്കാരത്തിലേക്ക് നിന്നാൽ നിസ്കാരം ആരംഭിക്കുന്നു തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് അല്ലാഹു അക്ബർ, റുകൂഇലേക്ക്, സുജൂദിലേക്ക്, അവിടെ നിന്നുള്ള ഉയർച്ചയിലേക്ക്, താഴ്ചയിലേക്ക് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇഖാമത്ത്, അതിന്റെ വാചകങ്ങളിലും തക്ബീറിന്റെ വാചകങ്ങൾ നമ്മെ വിളിച്ചുണർത്തുന്നു. ഇങ്ങനെ അല്ലാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തുന്ന, വലുപ്പത്തെ പ്രകീർത്തിക്കുന്ന അല്ലാഹു അക്ബർ എന്ന ഈ വാചകം, ഈ വാക്യം ലോകാടിസ്ഥാനത്തിൽ മുസ്ലിമീങ്ങളുടെ മസ്ജിദുകളുടെ മിനാരങ്ങളിൽ നിന്ന്, അവരുടെ ബാങ്കുലികളിൽ നിന്ന്, നിസ്കാരത്തിൽ, ഇഖാമത്തിൽ, നിസ്കാരത്തിലെ ഉയർച്ചയിൽ, താഴ്ചയിൽ ഇതിങ്ങനെ മാറ്റൊളി തീർക്കുമ്പോൾ നിങ്ങൾ ഈ ഭൂമി തിരിയുന്നതിനനുസരിച്ച് അതിന്റെ ഒരു സംക്രമണം നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കൂ. അത് നിലക്കുന്ന ഒരു നിമിഷമുണ്ടോ? അത് അവസാനിക്കുന്ന ഒരു മിനിറ്റ് ഉണ്ടോ? ലോകത്ത് അതിങ്ങനെ പ്രതിധ്വനിച്ചു കൊണ്ടിരിക്കുകയാണ്, അന്തരീക്ഷത്തിൽ മാറ്റൊളി തീർത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന ഈ മഹത്തായ വാക്യം, ഇത് നമ്മുടെ ഖൽബിലാണ് നമ്മൾ ആദ്യം സ്ഥാപിക്കേണ്ടത്. വറബ്ബക ഫകബ്ബിർ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു കൽപ്പിച്ചതാണിത്. നിന്റെ റബ്ബിന്റെ മഹത്വത്തെ നീ വാഴ്ത്തണം, വാനോളം പുകഴ്ത്തണം. വകബ്ബിർഹു തക്ബീറ, അവനെ ശരിയാവണ്ണം, അവന്റെ വലുപ്പത്തെ നീ വാഴ്ത്തണം. ആ മഹത്തായ വാക്യം നമ്മുടെ ഖൽബിൽ നമ്മൾ ആദ്യം സ്ഥാപിക്കണം. എന്താണ് തക്ബീറിന്റെ അർത്ഥം? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. അവനവന്റെ അറിവിലും കഴിവിലും പ്രവർത്തനങ്ങളിലും ഉത്കൃഷ്ടങ്ങളായ നാമങ്ങളിലും ഉന്നതങ്ങളായ വിശേഷണങ്ങളിലും അവന്റെ യുക്തിയിലും അവൻ ചെയ്തു തന്ന നിഅമത്തുകളുടെ അടിസ്ഥാനത്തിലും അവന്റെ കൽപ്പനകളിലും അവന്റെ മത നിയമങ്ങളിലും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് ഏറ്റവും വലിയവൻ. അവനേക്കാൾ വലുതായി മറ്റൊന്നുമില്ല, മറ്റാരുമില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പുകഴ്ത്താൻ, അവനെ വാഴ്ത്താൻ, അവനെ പ്രകീർത്തിക്കാൻ, അവന്റെ വലുപ്പത്തെ വാനോളം ഉയർത്താൻ വാക്കുകൾ തികയാത്ത വിധം അവൻ വലുപ്പമുള്ളവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണല്ലോ പറഞ്ഞത്, ലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക്. അല്ലാഹുവേ, നീ അർഹിക്കുന്ന സ്തുതിയും നന്ദിയും എനിക്ക് കണക്കാക്കാൻ കഴിയുകയില്ല റബ്ബേ. നീ നിന്റെ മഹത്വം വാഴ്ത്തിയത് എത്രയാണോ അത്രമേൽ നിന്നെ ഞാൻ വാഴ്ത്തുന്നു. എന്റെ വാക്കുകൾ കൊണ്ട്, എന്റെ വാചകങ്ങൾ കൊണ്ട് നിന്റെ മഹത്വത്തെ വാഴ്ത്താൻ എനിക്ക് തികയുകയില്ല. ആ വാക്കുകൾ മതിയാകുന്നതല്ല എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തിയതിനെ പറ്റി പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഖൽബിൽ
അള്ളാഹുവിന്റെ മഹത്വം വാഴണം, അവന്റെ വലുപ്പം വാഴണം, അവന്റെ കൽപ്പനകൾ പൂർണ്ണമായും അനുസരിക്കണം, അവന്റെ വിലക്കുകൾ പൂർണ്ണമായും അകറ്റി നിർത്തണം, അവന്റെ തൃപ്തിക്കൊത്ത്, അവന്റെ ഇഷ്ടത്തിനൊത്ത് അവന്റെ മഹത്വം ഉൾക്കൊണ്ട് നമ്മൾ ജീവിക്കണം. അള്ളാഹുവിന്റെ ദീൻ അത് നമ്മൾ മുറുകെ പിടിക്കണം. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ധാരാളമായ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും തക്ബീറും തഹ്മീദും തഹ്ലീലും വീണ്ടെടുക്കുന്ന മഹത്തായ ദിവസങ്ങളായി ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങൾ നമുക്ക് മാറണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ارحم والدينا كما ربونا صغارا. اللهم ارحم والدينا كما ربونا صغارا. اللهم ارحم والدينا كما ربونا صغارا. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأواهم يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين.